നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചില സമ്മർദ്ദ തന്ത്രങ്ങളുമായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ എംപിമാരാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു കോൺഗ്രസ്. വ്യക്തിപരമായി തന്റെ അഭിപ്രായം അതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള മധുസൂദൻ മിസ്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാലക്കാട് വീണ്ടും മത്സരിക്കണം എന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ ഇപ്പോൾ മുമ്പോട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കാൻ വേണ്ടിയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങളൊക്കെ പുറത്ത് ചർച്ചയാക്കിയത്, അല്ലെങ്കിൽ ചർച്ചയാക്കിച്ചത് എന്ന സംശയം പോലും ബാക്കിയാവുകയാണ്. കാരണം നേരത്തെ തന്നെ എംപിമാരാരും മത്സരിക്കേണ്ട എന്ന ഒരു നിലപാട് AICC നേതൃത്വം എടുത്തിരുന്നു. അത് പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ പുറത്തു വന്നത്. പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. പാലക്കാട് ഇനി പുറത്തുനിന്നും സ്ഥാനാർത്ഥികളൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ പാലക്കാട് തന്നെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് കോൺഗ്രസിന് അങ്ങനെ മത്സരിക്കാൻ പറ്റിയ നല്ല ജനപ്രീതിയുള്ള നേതാക്കളും ഇല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുമ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഉണ്ട് താനും. മാത്രമല്ല, ഇപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ കൂടി വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഷാഫി ആ സീറ്റ് പിടിച്ചെടുക്കാൻ താൻ ഏറ്റവും യോഗ്യനാണെന്നും തനിക്ക് മാത്രമേ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 എംപിമാർ ഇത്തരത്തിൽ മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ MLA ആയി മത്സരിക്കാൻ വേണ്ടി എല്ലാവരും കോപ്പ് കൂട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തീർച്ചയായും ഒരു കോൺഗ്രസിന് അധികാരത്തിലെത്താനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയം, അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ CPM അധികാരത്തിൽ നിന്ന് പുറത്താവുകയും കോൺഗ്രസ് അധികാരത്തിലേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മത്സരിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദ തന്ത്രവുമായി എല്ലാവരും വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ ചെയ്താലും MP ആയിരുന്നാൽ ജീവിതകാലത്തൊരു മന്ത്രിയാകാൻ കഴിയില്ല എന്ന് ബോധമുള്ള ഷാഫിക്ക് അറിയാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു മന്ത്രിയാകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഷാഫിയൊക്കെ മത്സരിച്ചാൽ നല്ല വകുപ്പ് തന്നെ. ഒരുപക്ഷെ വരും കാലഘട്ടങ്ങളിൽ നല്ല ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടവും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ നിന്ന് കെട്ടിക്കേണ്ടത് ഷാഫിയുടെ കൂടി ആവശ്യമായിരുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഷാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു പാലക്കാട് തിരിച്ചെടുക്കുക എന്നുള്ളത്. കാരണം പാലക്കാട് ആരുമില്ല എന്ന സത്യം ഷാഫിക്കറിയാം. പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വരുമ്പോൾ BJP അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ കളത്തിലിറങ്ങുന്നു. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ തീർച്ചയായും ഷാഫി ഞാൻ മത്സരിച്ചാലേ അവിടെ പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും രംഗത്ത് വരും എന്ന് നമുക്ക് എവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് ആരായിരുന്നു രാഹുലിനെ ഒറ്റുകൊടുത്തത് എന്നാണ്. സൗഹൃദത്തിന്റെ പേരിൽ, സൗഹൃദം എന്ന പേരിൽ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് എല്ലാം അറിയുന്ന ഷാഫി പറമ്പിലാണോ ഇപ്പോൾ കേവലം ഒരു സീറ്റിന് വേണ്ടി തന്നെ ഒറ്റിക്കൊടുത്തതെന്ന് ഇപ്പോൾ രാഹുലിന് മനസ്സിലാക്കാനും സാധിക്കും. യഥാർത്ഥത്തിൽ പാലക്കാട് നല്ല സ്ഥാനാർത്ഥികൾ എന്നുള്ളത്, പാലക്കാട് കോൺഗ്രസിന് പറയത്തക്ക സ്ഥാനാർത്ഥികളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഷാഫി ആ മണ്ഡലത്തിന് വേണ്ടി, മാത്രമല്ല പിരായിലെ മുസ്ലിം അവിടുത്തെ പോളറൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഷാഫിയെ കളത്തിലിറക്കാൻ കോൺഗ്രസും നിർബന്ധിതരാകും. അത് ഷാഫിക്ക് അറിയുകയും ചെയ്യാം. മന്ത്രിപദം ലഭിക്കുകയും ചെയ്യും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഷാഫി മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൽക്കാലം MP സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട്, അല്ലെങ്കിൽ MP സ്ഥാനമൊക്കെ വിട്ടിട്ട് മന്ത്രിയാകണം വേണ്ടിയാണ് ഇപ്പോൾ MLA ആയി മത്സരിക്കാം എന്ന നീക്കം നടത്തുന്നത്. 5 പേർ അത്തരത്തിൽ മത്സര രംഗത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് നല്ല കുറച്ച് നേതാക്കന്മാർ അവിടെ ഇവിടെയും ഒക്കെ ഉണ്ട്. പലരുടെയും സീറ്റുകൾ ഇത്തരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ MPമാരൊക്കെ മത്സരിക്കാൻ ഇറങ്ങിയാൽ. അതുകൊണ്ട് തന്നെ ഷാഫിയുടെയൊക്കെ ആവശ്യം എത്രത്തോളം നിറവേരുമെന്നറിയില്ല. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി മത്സരിച്ചാൽ അവിടെ ജയിക്കാം എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനും ഉണ്ടാകും. അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രം ഒരുക്കാനാണ് ഷാഫി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.